തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി മൈക്കണ്ണാൽ കൽവിലമിട്ട് കത്തിച്ച വമ്പത്തി കമ്പില്ലാതുള്ള കരിമ്പ് പോലുള്ള നിന്മേനി കണ്ട മുതൽ കാരോ കൽബിൽ മേടുന്നു മുള്ളാണി പുളിയമ്പ് കൊണ്ടെൻ്റെ ഉള്ളം നൂറായി നുറുങ്ങുന്നേ ഒരു വാക്ക് മിണ്ടാതൊളിച്ച് നിൽക്കുന്നതെന്തിനെ കരളിൻ്റെ വാതിൽ ഞാനേറെ മൂട്ടി വിളിച്ചല്ലോ കരള് തുറന്നകം ഒന്ന് കാണിച്ചതില്ലല്ലോ. അങ്ങനെ യാത്രയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് ചുരത്തിലാണ്. അടിവാരം കഴിഞ്ഞ് അങ്ങനെ ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8:30 മണിയാണ്. വയനാട് ചുരത്തിൻ്റെ പ്രത്യേകത ഇതാണ്. 8:30 മണിക്കും ബ്ലോക്ക്. രാവിലെ 8:30 മണിയാണ് ബ്ലോക്കിന് കാരണം എന്താണെന്ന് അറിയണ്ടേ? കണ്ടു, ഒരു വണ്ടി റിവേഴ്സിട്ട് പോകുന്ന കണ്ടില്ലേ? അയാൾ ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പാണ്. 1/2 മണിക്കൂറിലധികം പോയി കിട്ടി. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾക്കോ മറ്റു ആവശ്യത്തിന് വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾക്കോ ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റ് മേഖല തിരുവമ്പാടിക്കടുത്തുള്ള ആനക്കാമ്പൊയിൽ സജീവമാവുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കോഴിക്കോട് നിന്നും 50 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രം ദൂരമുള്ളൂ ആനക്കാമ്പൊയിൽ. അതിമനോഹരമായ സ്ഥലം, കാലാവസ്ഥയും എപ്പോഴും ഒരു കൂളിംഗ്, മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. എന്തിന് പറയുന്നു, വയനാട്ടിലുള്ള ഏതാണ്ട് അതേ വൈബ് ഈ തിരുവമ്പാടിയിൽ അടുത്തുള്ള ആനക്കാമ്പൊയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ആനക്കാമ്പൊയിൽ റിസോർട്ടുകൾ ഒരുപാട് വരുന്നു. അങ്ങനെ ഞങ്ങൾ 9:30 മണിയോടുകൂടി വൈത്തിരിയിലെത്തിയിരിക്കുന്നു. നമ്മൾ ബുക്ക് ചെയ്തത് വൈത്തിരിയിലുള്ളൊരു റിസോർട്ടിലാണ്. രാവിലത്തെ ഫുഡ്, സ്വിമ്മിങ്. ഇവിടെ നിന്നാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അടിച്ചു പൊളി. നമ്മുടെ യാത്ര മൈത്രി പാലസ് വയനാട്ടിലാണ്. ഒരു ഇന്നൊക്കെ കയറി അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുന്നു. ഫുഡ് കഴിക്കലാണ് ഫസ്റ്റ്. എന്നാൽ എത്തിയതേ ഓർമ്മയുള്ളൂ, ചാടി മറിഞ്ഞ് പൂളിലേക്ക്, സ്വിമ്മിംഗ് പൂളിലേക്ക്. ഇനി ഞാൻ പറയുന്നില്ല, കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കുന്നു, ഒരു ഭാഗത്ത് സ്വിമ്മിങ്, ഒരു ഭാഗത്ത് സ്വിമ്മിങ്, മറ്റു ഭാഗത്ത് ഫുഡ്. കണ്ടു നോക്ക്.
യെസ് യെസ്. ഇപ്പോൾ നമ്മളുള്ളത് വയനാട് റിസോർട്ടിലാണ്. കണ്ടില്ല നമ്മൾ മുമ്പിലുള്ള ആളുകളെ. സെറ്റ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ത് പറയുന്നു? ഒന്നും പറയല്ല, അടിച്ചുപൊളി. നിങ്ങൾ ഉഷാറായിട്ടുണ്ട്. യാത്രക്ക് വളരെ ഭംഗിയായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ഒരു വൈവാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്നേഹിതന്മാരെ കൂട്ടത്തില് മറ്റുള്ള ഫാമിലിയുടെ കൂടെ പോകണം. അതില്ല, ഇതൊരു പ്രത്യേക വൈവാണ്. അടിപൊളി അടിപൊളി ടൂർ. ഓക്കെ, അടിപൊളി വൈവ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ടൂറും പോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു എൻജോയ് ഉള്ള ടൂർ ഇത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ടൂർ നമ്മൾ വന്നത്. ഓക്കെ, എല്ലാം കൊണ്ടും ഉഷാറായി, വളരെ നന്നായിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാത്ത ടൂർ. യാത്ര വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ല ഒരു വെറൈറ്റി കൊടുക്കുന്ന ആഗ്രഹിച്ചത് അത് വെറൈറ്റി കാണിച്ചു കൊടുത്ത്. അടിപൊളി യാത്രയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചൊരേ മനസ്സോടുകൂടി ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടാൻ സഹായിച്ചൊരു യാത്ര. അടിപൊളിയാണ്. ഒരു പ്രത്യേകത വേറെ ഒരു കാര്യങ്ങളുണ്ട്. സാധാരണ റിസോർട്ടും സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടുന്നത് 2 ദിവസം വരുന്ന ആൾക്കാർക്ക്. ഇത് ഒരു 1 ഡേ ട്രിപ്പിന് തന്നെ റിസോർട്ടും പൂളും കിട്ടിയ ഇതിൽ നടത്തിപ്പിന്റെ ആൾക്കാർക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. സൂപ്പറായിട്ടുണ്ട്. നല്ല വൈബാണുള്ളത്. സൂപ്പർ. ഞാൻ ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ ടൂർ പോയിക്കിനി ഇത്ര എൻജോയ് കിട്ടിയില്ല. പക്ഷെ 20 വയസ്സ് കുറഞ്ഞ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. സുഖമുള്ള യാത്രയാണ്. അടിപൊളിയായിട്ട് യാത്ര ആദ്യമായിട്ട് അടിപൊളി യാത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. പക്ഷെ ഇത്ര ഉഷാറാവുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരിക്കും. റിസോർട്ടിൽ വന്നത് നമ്മളെ മാക്സവന്റെ പരിപാടി വളരെ നല്ല പരിപാടി. വളരെ സന്തോഷം. അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ വ്യത്യസ്തമുണ്ട്. വെരി വെരി ഗുഡ്. ഏതോ ടൂറിനെക്കാട്ടി ഒരു വെറൈറ്റി ടൂറാണിത്. ഒന്നും പറയല്ല, ഫുൾ വൈബ്. 35 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇന്ന് ഈ ടൂറിൽ പങ്കെടുത്തത്.